നമസ്കാരം, ഞാൻ സുരേഷ് വാര്യത്ത്. ലോകം മുഴുവൻ ഒരു പന്തിലേക്ക് ഒതുങ്ങുകയാണ്. ലോകം മുഴുവൻ ഒരു പന്തിന് പുറകെ പായുകയാണ് ഇനി വരുന്ന ഒരു മാസക്കാലം. കളി നടക്കുന്നത് അങ്ങ് ഖത്തറിലാണെങ്കിലും അതിൻ്റെ അലയടികൾ മലപ്പുറം ജില്ലയിൽ പൂർവാധികം ശക്തിയോടെ ഇത്തവണയുമുണ്ട്. അടുത്ത 4 വർഷം ഫുട്ബോൾ ലോകം ആര് ഭരിക്കുമെന്ന് ഒരു മാസത്തിനുള്ളിൽ നമുക്കറിയാം. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്കടുത്ത മണ്ണാർമല എന്ന ചെറിയ ഗ്രാമത്തിലാണ്. എൻ്റെ നാട് കൂടിയാണ്. ഇവിടെയും ഫുട്ബോൾ മാമാങ്കത്തിൻ്റെ അലയടികൾ പൂർവാധികം ശക്തിയോടെ തന്നെ ഉണ്ടെങ്കിലും ഇവിടെ ശ്രദ്ധയാകർഷിക്കുന്നത് ചെറിയ കുട്ടികളാണ്. ചെറിയ ചില കുട്ടികൾ അവരുടെ ഇഷ്ടതാരങ്ങളായ റൊണാൾഡോയെയും നെയ്മറിനെയും സ്വന്തം സൃഷ്ടിയാൽ ഇവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ചെറിയ കുട്ടികൾ എങ്ങനെയാണിത് ഉണ്ടാക്കിയത് എന്നൊക്കെ നമുക്ക് അത്ഭുതം കൂറും. കാരണം വളരെ തീരെ ചെറിയ കുട്ടികൾ തന്നെയാണ് അവർ. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ വൈറലായ കുട്ടികളാണ്. ഇതിനോളം വലിയ കട്ടൗട്ടുകളൊന്നും ഇനി വരാനില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലോകത്ത്, പ്രത്യേകിച്ചും നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ ആരാധകർ കാട്ടിലും മേട്ടിലും വയലിലും പുഴയിൽ പോലും കട്ടൗട്ടുകളും ഫ്ലക്സുകളും സ്ഥാപിക്കുമ്പോൾ വ്യത്യസ്തമായ രീതിയിലൂടെ ഈ കുട്ടികൾ ശ്രദ്ധയാകർഷിക്കണം. നമുക്ക് ഈ കുട്ടികളുടെ അടുത്തേക്ക് പോയി നോക്കാം. കം വിത്ത് മീ. അപ്പോൾ ഞാനിതാ ഈ കുട്ടികളുടെ, ഇതിൻ്റെ നിർമ്മാതാക്കളായിട്ടുള്ള കുട്ടികളുടെ കൂടെയാണ് നിൽക്കുന്നത്. ഒരു കുട്ടിപ്പട്ടാളം തന്നെ ഇവിടെ ഉണ്ട്. ഈസ്റ്റ് മണ്ണാർമലയിലെ കുട്ടികളാണ്. ഞാനും തേജസ്സും ഉണ്ട് എൻ്റെ കൂടെ, എൻ്റെ മകൻ. അപ്പോൾ നമുക്ക് ഓരോരുത്തരായിട്ട് ഇങ്ങനെ പരിചയപ്പെടാം. എങ്ങനെയാണ് ഇത് ഉണ്ടായത്, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ആരുടെ ഐഡിയ ആണ്, എന്താണ് എന്നൊക്കെ നമുക്ക് ചോദിക്കാം. മുഹമ്മദ് ഇഷാൻ, ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ പട്ടിക്കാട് സ്കൂളല്ലേ. ഇതാരാ? മറുവാന് 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പച്ചേരി സ്കൂളാണ്. മുഹമ്മദ് അൻഷിബ്. ഏത് ക്ലാസ്സിലാണ്? ഞാൻ 8ാം ക്ലാസ്സിൽ. അപ്പം നിങ്ങൾ പഠിച്ചതൊക്കെ ഞാനൊക്കെ പഠിച്ച സ്കൂൾ തന്നെയാണ് നിങ്ങളൊക്കെ പഠിക്കുന്നത് അല്ലേ? ഇത് ഈ റൊണാൾഡോൻ്റെ കട്ടൗട്ട് ആരുടെ ഐഡിയ ആണത്? 3 ഐഡിയ എല്ലാവരും ഉണ്ട്, എല്ലാവരും തീരുമാനിച്ചു അല്ലേ? അപ്പോൾ അതൊരു സംശയം ചോദിക്കട്ടെ, മഴ വന്നപ്പോൾ നനയൂലേ? അത് മഴ വരുമ്പോൾ ഞങ്ങൾ എടുത്തേക്കും. അന്ന് രാത്രി എടുത്തു വെക്കും. അപ്പം ഇന്നലെ രാത്രി മഴ ചെയ്തപ്പോൾ എടുത്തു വെച്ചു. അത് ശരിയാണ്. പിന്നെ ഇത് എന്തുകൊണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കണം? കാർഡ്ബോർഡ് ഒക്കെ വെച്ചുണ്ടാക്കിയ. കാർഡ്ബോർഡ് പെയിന്റ്, പിന്നെ പെയിന്റ് ചെയ്ത്. അത് ശരി. അപ്പോൾ വലിയ ചിലവൊന്നും വന്നിട്ടില്ല. ഇല്ല. വേസ്റ്റ് ആയിട്ടുള്ള കാർഡ്ബോർഡൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് അല്ലേ? അത് ശരിയാണ്. ഓക്കെ. അപ്പോൾ പിന്നെ വേറൊരു കാര്യം ചോദിക്കണേ, മന്ത്രിയുടെ പോസ്റ്റൊക്കെ വന്നിട്ടുണ്ടല്ലേ ഫേസ്ബുക്ക് പോസ്റ്റ്, മന്ത്രി ശിവൻകുട്ടിയുടെ. ആരെങ്കിലും നേരിട്ട് വിളിച്ചിരുന്നോ നിങ്ങൾ? ആരാ വിളിച്ചിരുന്നു? കുറച്ച് ആൾക്കാർ വിളിച്ചിരുന്നു. ഈ പോർച്ചുഗലിന്റെ സംസ്ഥാന പ്രസിഡന്റും വിളിച്ചിരുന്നു. മുൻ മന്ത്രി കെ ടി ജലീലൊക്കെ വിളിച്ചിരുന്നു. അത് ശരി. എന്നിട്ട് എന്താ ജലീലൊക്കെ എന്താ പറഞ്ഞേ? അതെനിക്കറിയില്ല. ഇവന്റെ ഉപ്പാക്ക വിളിച്ചായിരുന്നു. അത് ശരിയാണ്. നമുക്ക് ഉപ്പാനോട് പിന്നെ സംസാരിക്കാം. ഇവന്റെ ഉപ്പയാണ്. ഇവന്റെ ഉപ്പാനോട്? ഈ അസ്രഫാഖുവിൻ്റെ കുട്ടിയല്ലേ? ഓക്കെ. ഞാൻ അസ്രഫാഖുവിനെ ഇന്നലെ രാത്രി വിളിച്ചിരുന്നു കേട്ടോ. ഓക്കെ. അപ്പോൾ എന്തായാലും നല്ലൊരു അടിപൊളി പരിപാടിയാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബ്രസീലിൻ്റെ നെയ്മറിൻ്റെ ചെറിയൊരു കട്ടൗട്ട്, വലിയ കട്ടൗട്ട് വെച്ച കുട്ടികളുണ്ട്. അവരെയും കൂടി നമുക്കൊന്ന് കാണാം. എന്താ മോനെ പേര്? മുഹമ്മദ് മിഷാൻ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ാം ക്ലാസ്സിൽ. പട്ടിക്കാട് സ്കൂളിന്. ബിൻഷാദ് 8ാം ക്ലാസ്സിലാണ് പഠിച്ചത്. 8ാം ക്ലാസ്സിലാണ്. ഒരു ക്ലാസ്സിലാണ് പട്ടിക്കാട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ബ്രസീലിനാണോ? രണ്ടാൾക്കും ബ്രസീലിനാണ്. ബ്രസീൽ കപ്പടിക്കുക പ്രാവശ്യം ഉറപ്പാ? 100%. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ബെൽജിയം, പോർച്ചുഗൽ, അർജന്റീന ഒന്നും എതിരാളികളല്ല. പോർച്ചുഗലും അർജന്റീനയും സെമി പൊട്ടും. അതെ, നിങ്ങൾ ഫൈനലിൽ കയറും, കപ്പടിക്കും അല്ലേ? കുഴപ്പമില്ല. നമുക്ക് 2002 അതേമാതിരി ഒക്കെ 2002 കപ്പടിച്ചത് ബ്രസീലിനാണ്. എനിക്കൊക്കെ ഓർമ്മയുള്ള വേൾഡ് കപ്പ് 98 ഫൈനലിലെത്തി. അപ്പോൾ എന്തായാലും ബ്രസീൽ ആരാധകർക്ക് നല്ലൊരു വേൾഡ് കപ്പ് ആവട്ടെ അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് ഈ കുട്ടികളെ അഭിനന്ദിക്കാം. അപ്പോൾ ചെറിയൊരു ഗിഫ്റ്റ് എൻ്റെ വക കൊടുക്കുന്നുണ്ട് ഈ കുട്ടികൾക്കായിട്ട്, തീരെ ചെറിയൊരു ഗിഫ്റ്റ്. അപ്പോൾ ഞാനിവിടെ സമീപവാസിയായ ഒരു ആളെ പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണ്. എന്താ പേരെന്താ? മുഹമ്മദ് അലി. ഇവിടെ തന്നെയാണോ വീട്? ഇവിടെ തന്നെയാണ് വീട്. അപ്പോൾ ഈ ചെറിയ കുട്ടികളുടെ ഒരു പരിപാടിയാണ്. കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. എൻ്റെ പേരക്കുട്ടിയാണ് അതിലൊന്ന്, മറുവാന എന്നുള്ളത്. പിന്നെ മറ്റത് അഞ്ചൻ്റെ കുട്ടിയാണ് അസ്രഫ്, എളാപ്പാൻ്റെ മാനാണ്. അഞ്ചൻ്റെ കുട്ടിയാണ്. പിന്നെ അവർ രാവിലെ എനിക്കൊരു കേരളം തരും.
രാവിലെ വന്ന് എന്നോട് ഒരു 10 റുപ്യ ചോദിച്ചു, മറ്റേ റൊണാൾഡോൻ്റെ തല ഉണ്ടാക്കാൻ സ്റ്റിക്കർ അടിക്കാനാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് എൻ്റെയൊക്കെ ചില്ലറല്ല, പിന്നെ ചെയ്യാറ് വൈകുന്നേരത്തെ, അല്ലെങ്കിൽ പിന്നെ ഞാൻ കൊണ്ടുവച്ച് തരാം, ഞാൻ പിന്നെ ചെയ്യാമെന്നാണ്. അപ്പോൾ ഇത്ര ഇതിലാണെന്നുള്ളത് നമ്മളറിയില്ല. പിന്നെ ഇതൊക്കെ വെച്ച് ഇങ്ങോട്ട് വൈറലായപ്പോൾ എനിക്ക് ഭയങ്കര ഖേദമായി. കാരണം ഒരു 10 റുപ്യ ചോദിച്ചിട്ട് കൊടുത്തില്ലല്ലോ, അറിയില്ലല്ലോ, ഇതിനാണെന്ന് അറിയില്ലല്ലോ. പണ്ട് നമ്മളല്ല നിങ്ങൾ കുട്ടികളായിരുന്നപ്പോഴും പിന്നെ അതിന് ശേഷമുള്ള തലമുറയാണ് ഞാനൊക്കെ. അന്നൊക്കെ നമ്മളെ പന്തളി എങ്ങനെയായിരുന്നു? അന്ന് പന്തളി എന്ന് പറഞ്ഞാൽ അന്നിപ്പോൾ എങ്ങനെ അറിയിക്കണം, ഞങ്ങൾ ഇവിടുന്ന് രാത്രി അന്ന് 1 മണി 1:30 മണിക്കൊക്കെ അല്ലേ കളി ഉണ്ടാകുക. അപ്പോൾ അന്ന് നമ്മൾ ആയമുട്ടയൊക്കെ ഇവിടെ പാർത്തിരുന്നു പട്ടാണി. അപ്പോൾ അവിടെ ആ വീട്ടിലൊരു TV മാത്രമേ ഉള്ളൂ ഈ നാട്ടിൽ. 86 ലോകകപ്പ്, 86 ലോകകപ്പ്, മറഡോണക്കുള്ള 86 ലോകകപ്പ്. അപ്പോൾ അന്ന് ഞങ്ങളവിടെ TV കാണാൻ പോയാൽ എന്താ പറയുക, ഈ കമ്പ്യൂട്ടർ ഉണ്ടാക്കിയ ഒരു ആൻറ്റിന ഉണ്ടല്ലോ, നമുക്ക് കെട്ടിക്കൂട്ടിക്കൊണ്ടൊക്കെ ഉണ്ടാക്കണേ. അപ്പോൾ അത് പിന്നെ അവിടെ ഒരു പുക ഉണ്ടായിരുന്നു, ആ തോട്ടിൻ്റെ അകത്ത് വലിയൊരു പുകമരം ഉണ്ടായിരുന്നു. ആ മരത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കുക. ശരി, ആൻറ്റിന അല്ലെങ്കിൽ കിട്ടൂല. എന്നിട്ട് അതെന്ത് ചെയ്യുന്നില്ല, കുറച്ച് നല്ല അരത്തിൽ കളി കാണുന്ന സമയത്ത് അതാണ് പോകും. കാറ്റെന്തെങ്കിലും അടിച്ച് കഴിഞ്ഞാൽ സിഗ്നലാണ് പോകും, കാറ്റടിച്ചാൽ. എന്നിട്ട് പിന്നെ വേറൊരാൾ കയറണം. ഓനത് നേരാക്കി ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേന് അല്ലെങ്കിൽ ഹാഫ് ടൈം ആയി ഇതായി, അല്ലെങ്കിൽ പിന്നെ രണ്ടാമത് പിന്നെയും കട്ടായി. അങ്ങനെ അത്രയും ബുദ്ധിമുട്ടിയാണ് ഞങ്ങളൊക്കെ പന്തല് കണ്ടിരുന്നത്. എന്തായാലും കുട്ടികൾക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, ഇപ്പോഴൊക്കെ മൊബൈലിൽ കിട്ടാനുള്ള കാലമായി. അപ്പോൾ ഈ ഫുട്ബോൾ പ്രാന്തന്മാർക്ക് ഞങ്ങളുടെ വക, എൻ്റെയും തേജസിൻ്റെയും വക ചെറിയൊരു ഗിഫ്റ്റ് എല്ലാവർക്കും കൂടിയായിട്ട്. എല്ലാവരും പിടിച്ചോ, അത് ഓപ്പൺ ചെയ്തോ, പൊട്ടിച്ച് ഓപ്പൺ ചെയ്ത് അതൊക്കെ എല്ലാവർക്കും കൊടുത്തോളാം. ഓക്കെ, ഇതാ എല്ലാവർക്കും. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം, ആർക്കും വിടരുത്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി പരിപാടിയായി, നിങ്ങളെ കേരളം മുഴുവൻ അറിയുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ വീശിയോൻകുട്ടിയുടെയൊക്കെ പോസ്റ്റർ വന്നതോടെ ഫേസ്ബുക്ക് പേജിൽ വന്നതോടെ. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളി ഫുട്ബോൾ പ്രാന്തന്മാരായിട്ട്. ഫുട്ബോൾ അല്ലാതെ വേറെ എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടോ സ്പോർട്സിൽ? ക്രിക്കറ്റോ ഷട്ടിലുണ്ട്, കളിക്കാറുണ്ടോ? അത് ശരി. അപ്പോൾ എന്തായാലും ഉഷാറാക്കുക, സ്പോർട്സിൽ പങ്കെടുക്കണമൊക്കെ നമ്മളെ ബോഡിയൊക്കെ ഉഷാറാക്കാൻ ഏറ്റവും ബെസ്റ്റാണ്. നമ്മളെപ്പോഴും ആക്റ്റീവ് ആയിരുന്നാലേ നമുക്ക് എന്താ പറയുക, നമുക്ക് ബുദ്ധിയൊക്കെ വികസിക്കുള്ളൂ. അല്ലാണ്ട് അങ്ങനെ മടിയന്മാരായിരുന്ന ഒരു കാര്യം നടക്കില്ല. അപ്പോൾ ആരും മടിയന്മാരാവരുത്, സ്പോർട്സിലൊക്കെ നന്നായിട്ട് പങ്കെടുക്കുക, സ്പോർട്സിനെ ഉഷാറാക്കുക. എന്തെങ്കിലും സഹായങ്ങളുണ്ടെങ്കിൽ ഏതെങ്കിലും ആൾക്കാരെ ബന്ധപ്പെടണമെങ്കിൽ പറഞ്ഞാൽ മതി, എന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തുതരാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.